പ്രിയപ്പെട്ടവരെ, ഒമാനിലെ സലാലയിൽ നിന്നുള്ള യാത്ര വീണ്ടും തുടങ്ങുകയാണ്. മനോഹരമായ നഗരവീഥികളിലൂടെ പോകുന്നതിന്റെ ഇടയിൽ നീല കളറിൽ മൊഞ്ചായി നിൽക്കുന്ന ഒരു ബീച്ച് കണ്ടു. അങ്ങനെ ഞങ്ങൾ ഡാമർ ബീച്ചിന്റെ അടുത്തേക്ക് വാഹനം പാർക്ക് ചെയ്തു. ഇവിടെ നമുക്ക് നീന്തൽ നിരോധിച്ചിട്ടുള്ള ഒരു ബോർഡ് കാണാനിടയായി. നീലയിൽ കുളിച്ചു നിൽക്കുന്ന കടൽ കാണാൻ എന്തൊരു ചന്തമാണെന്നോ. ഡാമർ ബീച്ച് സന്ദർശിക്കാൻ പറ്റിയ സമയം ഒക്ടോബർ മുതൽ ഏപ്രിൽ വരെയാണ്. ഈ സമയത്ത് കാലാവസ്ഥ വളരെ മനോഹരമാണ്. സലാലയിലെ ഡാമർ ബീച്ച് അതിമനോഹരമായ ഒരു സ്ഥലമാണ്. തെളിഞ്ഞ നീലാകാശവും വെളുത്ത മണൽത്തരികളും നിറഞ്ഞ ഈ ബീച്ച് ഒമാന്റെ തെക്കേ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ശാന്തമായ അന്തരീക്ഷവും ചുറ്റുമുള്ള പച്ചപ്പുമാണ് ഈ സ്ഥലത്തെ ഭംഗി കൂട്ടുന്നത്. സൂര്യാസ്തമയം ആസ്വദിക്കാൻ പറ്റിയ സ്ഥലമാണിത്. കാഴ്ചകൾ മതിയാവോളം കണ്ടുകൊണ്ട് ഞങ്ങൾ മറ്റൊരു ലക്ഷ്യസ്ഥാനത്തിലേക്ക് പോവുകയാണ്. പോകുന്ന വഴി ഒട്ടകങ്ങൾ തലങ്ങും വിലങ്ങും നടക്കുന്നത് കാണാം. അതിമനോഹരമായ പള്ളിയും അതുപോലെ റോഡിന്റെ ഇരുവശവും തെങ്ങുകളും കാണാം. വാഹനം വീണ്ടും മുന്നോട്ടേക്ക് കുതിക്കുകയാണ്. അയ്യൂബ് നബിയുടെ ഖബറിടം സന്ദർശിക്കാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മൾ അയ്യൂബ് നബിയുടെ ഖബറിടത്തിന്റെ അടുത്തേക്ക് എത്തി. ഖുർആനിൽ പേരെടുത്ത് പറയുന്ന 25 പ്രവാചകന്മാരിൽ ഒരാളാണ് അയ്യൂബ് നബി. ഒമാനിലെ സലാലയിലാണ് അയ്യൂബ് നബിയുടെ ഖബറിടം സ്ഥിതി ചെയ്യുന്നത്. അയ്യൂബ് നബി അള്ളാഹുവിനാൽ വടക്കുകിഴക്കൻ പലസ്തീനിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ്. അയ്യൂബ് നബിയുടെ ക്ഷമയുടെയും വിശ്വാസത്തിന്റെയും പ്രതീകമായിട്ടാണ് ഈ സ്ഥലത്തെ കണക്കാക്കുന്നത്. അയ്യൂബ് നബിയുടെ ഖബറിടത്തിന്റെ താഴോട്ട് 2-3 മലയിറങ്ങിയാൽ ഒരു കുളം കാണാം. ഇവിടെ നമുക്ക് കുളിക്കുകയും നീന്തുകയും ചെയ്യാം. അയ്യൂബ് നബിയോട് കുളിക്കാൻ പറഞ്ഞ സ്ഥലമാണിത്. അയ്യൂബ് നബി രോഗങ്ങളാലും കഷ്ടപ്പാടുകളാലും വളരെ ബുദ്ധിമുട്ടിലായിരുന്നു. അദ്ദേഹം അള്ളാഹുൽ എല്ലാം അർപ്പിച്ച് ജീവിച്ചിരുന്നവർ ആയിരുന്നു. അയ്യൂബ് നബിക്ക് അള്ളാഹു അത്ഭുതമായി നൽകിയ ഒരു നീരുറവിയാണിത്.
ഈ കുളത്തിൽ നിന്ന് കുളിച്ചതിന് ശേഷമാണ് രോഗങ്ങൾ ഒക്കെ മാറി സുഖം പ്രാപിച്ചത് എന്നാണ് വിശ്വാസം. ഒമാനിലെ ദോഹാർ ഗവർണറേറ്റിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നിരവധി ആളുകളാണ് ഈ കുളം സന്ദർശിക്കാൻ വരുന്നത്. അങ്ങനെ യാത്ര വീണ്ടും തുടങ്ങുകയാണ്. ഞങ്ങൾ നേരെ പോയത് നമ്മുടെ നാട്ടുകാരന്റെ അടുത്തേക്കാണ്. അദ്ദേഹം ഞങ്ങളെ നല്ല രീതിയിൽ തന്നെ സൽക്കരിച്ചു. എല്ലാവരെയും പരിചയപ്പെടുത്തി രാത്രി കഴിക്കാനുള്ള ഭക്ഷണം തന്നാണ് യാത്രയാക്കിയത്. അവിടെ നിന്നും പോകുന്നതിനിടയിൽ നമ്മൾ കാണുന്നത് സലാലയിലെ അതിമനോഹരമായ പള്ളിയാണ്. സുൽത്താൻ കാബൂസ് മസ്ജിദിന്റെ പരിസരത്താണ് നമ്മൾ ഉള്ളത്. നമ്മൾ ഇപ്പോൾ കാണുന്നത് ഒമാനിലെ സുൽത്താൻ കാബൂസ് ഗ്രാൻഡ് മസ്ജിദാണ്. ഈ പേരിൽ സലാലയിൽ ഒരുപാട് പള്ളികൾ ഉണ്ട്. അതിൽ ഏറ്റവും വലിയ പള്ളിയാണ് സലാലയിലെ ഈ കാബൂസ് മസ്ജിദ്. കാബൂസ് മസ്ജിദ് ഒമാനിലെ സലാലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന പള്ളിയാണ്. ഒമാനിലെ ഏറ്റവും വലിയ പള്ളികളിൽ ഒന്നാണിത്. മനോഹരമായ വാസ്തുവിദ്യക്കും ശാന്തമായ അന്തരീക്ഷത്തിനും ഇത് പേരുകേട്ടതാണ്. ഞങ്ങൾ റൂമിലെത്തി ഭക്ഷണം കഴിച്ചു ഉറങ്ങി. പിറ്റേന്ന് രാവിലെ തിരികെ നാട്ടിലേക്ക് പോകേണ്ടത് കൊണ്ട് തന്നെ നേരത്തെ തന്നെയാണ് ഉറങ്ങിയത്. അങ്ങനെ രാവിലെ എഴുന്നേറ്റു. നമ്മൾ എയർപോർട്ടിലേക്കാണ് പോകുന്നത്. പോകുന്ന വഴി സലാലയിലെ കാഴ്ചകൾ ഇനിയും കണ്ടു തീർന്നില്ല എന്ന സങ്കടം മനസ്സിൽ വെച്ചുകൊണ്ട് ആണ് യാത്ര തുടങ്ങുന്നത്. എയർപോർട്ടിലെത്തി. എല്ലാ പരിശോധനകൾക്കു ശേഷം ഞങ്ങൾ വിമാനം കാത്തിരുന്നു. അങ്ങനെ നമ്മൾ പോകുന്ന വിമാനം വരുന്ന രംഗമാണ് കാണുന്നത്. അതിനുശേഷം എയർപോർട്ടിലെത്തി ലോഞ്ചിൽ കയറി ഭക്ഷണം കഴിച്ചു. ലോഞ്ച് ഫെസിലിറ്റി ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെട്ടാൽ മതി. അങ്ങനെ വിമാനത്തിൽ കയറി യാത്ര തുടർന്നു. അല്പസമയത്തിന് ശേഷം വിമാനത്തിൽ നിന്നും ഭക്ഷണം വന്നു. വെജിറ്റബിൾ ബിരിയാണിയാണ് നമ്മൾ വാങ്ങിയത്.
അങ്ങനെ അത് കഴിച്ചു ആകാശ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഉറങ്ങി. കുറച്ചു സമയത്തിന് ശേഷം വിമാനം കോഴിക്കോട് റൺവേയിൽ മുത്തം വിട്ടു. പരിശോധനകൾക്ക് ശേഷം ഞങ്ങൾ വീണ്ടും നമ്മുടെ തട്ടകത്തിലേക്ക് എത്തി. അവിടുന്ന് നേരെ പോയത് സുഹൃത്തിന്റെ വീട്ടിലേക്ക് ആയിരുന്നു. അങ്ങനെ അവിടെ നിന്നും ഭക്ഷണം കഴിച്ചു നേരെ വീട്ടിലേക്ക് പോയി. 3 ദിവസത്തെ നമ്മുടെ സലാല യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. പുത്തനും കാഴ്ചകളുമായി ഞങ്ങൾ നിങ്ങളിലേക്ക് വീണ്ടും എത്തും. ഇപ്പോൾ തൽക്കാലികം ഇവിടെ പറയുന്നു. മറ്റാരുമല്ല, നിങ്ങളുടെ സ്വന്തം മുഹമ്മദും ഒപ്പം ശരത്തും. ബായ്.